ഒരു രാജ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് നമ്മുടെ ആത്മീയത പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? തീർച്ചയായിട്ടും നമ്മുടെ കൃത്യമായിട്ടും അത് സർക്കാരുകൾക്ക് അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ അതാത് മതമേലധ്യക്ഷന്മാരെ ജാതി തിരിച്ചും തന്നെ എല്ലാവരും പോയി കണ്ടുകൊണ്ട് വോട്ട് ചോദിക്കും. പിന്നീട് അന്ധവിശ്വാസം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രകടന പത്രിക ഇറക്കുന്നു. ആ ആത്മീയതയെ തൊടുവാൻ നമുക്ക് എപ്പോഴാണ് ധൈര്യം കിട്ടുന്നത്? ആത്മീയത ആരാണ് ഇന്ത്യയിൽ തൊട്ടിട്ടുള്ളത്? റാഷണലിസ്റ്റായ ബുദ്ധനാണ് തൊട്ടിട്ടുള്ളത്. ഇനി അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു മതത്തിന് പുറവഴിയെ ഞാൻ നടന്നു, ക്രിസ്തു മതത്തിന് പുറവഴിയെ ഞാൻ നടന്നു, ക്രിസ്തു മതക്കാരും നമ്മെ ചേർത്തില്ല, ഹിന്ദു മതക്കാരും നമ്മളെ ചേർത്തില്ല എന്ന് പറയുന്ന പൊയ്കയിൽ അപ്പച്ചന്റെ ഒരു ജ്ഞാനപാരമ്പര്യമുണ്ട്. ഇതൊന്നും ആത്മീയതയ്ക്കകത്ത് വരുന്നതല്ല. ഇനി ഹിന്ദു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു. ക്രിസ്തു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു.